ഫ്രാൻസിസ്കോ വെല്ലസ്ക നവാര എന്ന ഒരു ആസ്ട്രോഫിസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിട്ടുള്ള ജൂപ്പിറ്റർ ഡിങ്ങിനെ ഒരു സിമ്പിൾ എക്സസൈസ് കൊടുക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും മെഷീൻ ലേണിങ്ങിനെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് കൊടുക്കാവുന്ന ഒരു ചെറിയ പരീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് സിമുലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ സിമുലേറ്റ് ചെയ്യപ്പെടുന്ന പ്രപഞ്ചങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു ഈ വിദ്യാർത്ഥിക്ക് കൊടുത്ത എക്സസൈസിൻ്റെ ലക്ഷ്യം. അത്തരം എക്സസൈസുകൾ കൊടുക്കുന്നത് ഈ സാധാരണമാണ്. വിദ്യാർത്ഥികൾക്ക് ന്യൂറൽ നെറ്റ്വർക്ക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ഹാൻഡ്സ് ഓൺ പരിജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം എക്സസൈസുകൾ കൊടുക്കുന്നത്. പക്ഷേ സംഭവിച്ചത് ഇതൊരു വിദ്യാർത്ഥിക്ക് കൊടുത്ത എക്സസൈസിനേക്കാൾ ഉപരിയായിട്ട് വലിയൊരു വെളിപ്പെടുത്തലാണ്. ഈ ഒരു ചെറിയ പരീക്ഷണത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കിയത് ഒരു സിമുലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രപഞ്ചം, അതിലേതെങ്കിലും ഒരു ഗാലക്സി നമ്മൾ പരീക്ഷിച്ച് നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞാൽ ആ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വസ്തുതകളും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവർക്ക് ഈ എക്സസൈസിലൂടെ കിട്ടിയത് ആ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഡെൻസിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള ഒരു താരാപഥം, ഒരു ഗാലക്സിയെ പഠിച്ചുകൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് കോടാനുകോടി എണ്ണിയാൽ തീരാത്ത അത്രയും താരാപഥങ്ങൾ അല്ലെങ്കിൽ ഗാലക്സികൾ അടങ്ങിയ ഒരു വലിയ സമുച്ചയമാണ്. ഇതിൻ്റെ ആഴവും പരപ്പും നമ്മൾ ഫിസിക്കലായിട്ട് ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ദുർഘടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നിഗമനങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ കൃത്യമായിട്ടുള്ള എസ്റ്റിമേറ്റുകൾ, നിർണയങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, അതീവ ശക്തിയുള്ള കമ്പ്യൂട്ടേഴ്സിൽ സിമുലേറ്റ് ചെയ്യപ്പെടുന്ന, ആവിഷ്കരിക്കപ്പെടുന്ന പ്രപഞ്ചങ്ങൾ വച്ച് ചില പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ ഉള്ള ഒരു പരീക്ഷണമാണ് കോസ്മോളജി ആൻഡ് ആസ്ട്രോഫിസിക്സ് വിത്ത് മെഷീൻ ലേണിംഗ് സിമുലേഷൻസ്, അഥവാ കാമൽസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത്തരമുള്ള ഒരു കാമൽസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് മെഷീൻ ലേണിംഗ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ഫ്രാൻസിസ്കോ വെല്ലസ്ക നവാരയും സ്റ്റുഡൻറ്റും ചേർന്ന് ശ്രമിച്ചത്. അവർക്ക് കിട്ടിയ ആ കണ്ടെത്തലുകൾ അവരെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത്. ഈ കമ്പ്യൂട്ടർ സിമുലേഷനിൽ എന്തോ തകരാറുണ്ട് എന്നുള്ളതായിരുന്നു അവരാദ്യം തെറ്റിദ്ധരിച്ചത്. തകരാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിൻ്റെ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു പ്രത്യേകതരം സംവിധാനമാണ്. അത് ഡേറ്റയിൽ നിന്ന് സ്വയം മുന്നിലുള്ള ഡേറ്റയിൽ നിന്ന് പുതിയ പാറ്റേണുകളെയും പുതിയ ബന്ധങ്ങളെയും എല്ലാം വെളിപ്പെടുത്തി സ്വയം അത് അറിവ് വർദ്ധിപ്പിക്കുന്നു. അത് മസ്തിഷ്കവുമായിട്ട്, നമ്മുടെ മസ്തിഷ്കത്തിൽ ന്യൂറോണുകൾ എങ്ങനെയാണോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, ഏതാണ്ട് അതേ സമാനമായിട്ടുള്ള രീതിയിൽ കമ്പ്യൂട്ടറിൽ ആവിഷ്കരിക്കുന്നതാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക്. ഈ ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെ ഒരു താരാപഥത്തെ പഠിച്ചിട്ട് ഒരു പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എന്തോ ഒരു പിശകായിരിക്കാമെന്നാണ് നവാരയ്ക്കും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിക്കും ആദ്യം തോന്നിയത്. ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഏതെങ്കിലും രീതിയിൽ ഈ സിമുലേഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സോഫ്റ്റ്വെയർ അൽഗോരിതത്തെ മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കലിൽ നിന്നായിരിക്കാം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രവചനം നടത്തുന്നത് എന്നാണ് ആദ്യം കരുതിയത്. ഇവർ 6 മാസത്തോളം ആ ഒരു കാര്യം പഠിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് അതിൽ നിന്ന് ഒരു തെളിവും കിട്ടുന്നില്ല.
ന്യൂറൽ നെറ്റ്വർക്ക് ഏതെങ്കിലും രീതിയിൽ ഈ സിമുലേഷൻ്റെ അൽഗോരിതത്തിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിന് തെളിവൊന്നുമില്ല. അപ്പോൾ പിന്നീട് വന്ന നിഗമനം, ഈ ന്യൂറൽ നെറ്റ്വർക്ക് എന്തോ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വസ്തുതയെ മനസ്സിലാക്കിയിരിക്കുന്നു. എല്ലാ ഗാലക്സികളിലും അടങ്ങിയിരിക്കുന്നതും ഈ പ്രപഞ്ചത്തെ ബന്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു നമ്മൾക്കറിയാത്ത ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് കിട്ടുന്ന ധാരണ. ഇവർ നോക്കിയപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക് 17 തരം താരാപഥ ഫീച്ചേഴ്സിനെ അവർ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഒരു ഇതുവരെ നമുക്ക് മനസ്സിലാക്കാത്ത ഒരു വസ്തുതയിൽ ചെന്ന് ചാടുന്നത്. ഒരു നോൺ ലീനിയർ ഫങ്ഷനായിട്ട് അതിനെ നമുക്ക് കാണാം. പലതരം വസ്തുതകൾ, ഗാലക്സിയുടെ സ്റ്റാർ ഡെൻസിറ്റി, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ഡെൻസിറ്റി, അതിൽ ഉണ്ടാകുന്ന സൂപ്പർ നോവകളുടെ ഡെൻസിറ്റി, അങ്ങനെ ഇത്തരത്തിലുള്ള 17 ഫ്യൂച്ചേഴ്സിനെ എടുത്തിട്ട് അത് ഏതോ രീതിയിൽ ഒരു നേർരേഖയല്ലാതെ അത് കണക്ട് ചെയ്യപ്പെടുന്നു. നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു ബന്ധം. നോൺ ലീനിയർ എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു സിമ്പിൾ പ്രൊപ്പോർഷനാലിറ്റി അല്ല, കുറച്ചുകൂടെ സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധമാണ്. അത്തരം ബന്ധം നമുക്ക് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളിലും കാണാം. ഒരു സർക്കിളിൻ്റെ ഏരിയ, അതിൻ്റെ റേഡിയസും തമ്മിലുള്ള ബന്ധം നോൺ ലീനിയർ ആണ്. റേഡിയസിൻ്റെ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ 5 എന്നുള്ള ഒരു ഫാക്ടർ വരുമ്പോഴാണ് അതിൻ്റെ ഏരിയ കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ ഉള്ള എന്തോ ഒരു ബന്ധം താരാപഥത്തിൻ്റെ പല സവിശേഷതകളെയും പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സിമുലേഷനിലാണ് ഇവർക്ക് കിട്ടിയതെങ്കിൽ ഇത് വാസ്തവത്തിൽ നമ്മുടെ യാഥാർത്ഥ്യമായിട്ടുള്ള പ്രപഞ്ചത്തിനെയും പഠിക്കുന്നതിൽ സഹായിക്കും എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. അപ്പോൾ നമ്മുടെ സാധാരണ രീതിയിലുള്ള ട്രഡീഷണൽ കോസ്മോളജി എന്ന് പറയുന്നത് ഒരുപാട് ഡേറ്റ എടുത്തിട്ട് നമുക്ക് ശേഖരിക്കാൻ പറ്റുന്നിടത്തോളം ഡേറ്റകൾ നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഗണിതശാസ്ത്രപരമായിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അങ്ങനെ പ്രപഞ്ചത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്ന് കോസ്മോളജി അനുവർത്തിക്കുന്ന സാധാരണ രീതിയിലുള്ള ഒരു രീതി. അതിൽ നിന്ന് വിപരീതമായിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ തേടി നമ്മൾ പോകണ്ട, നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗാലക്സിയെ അല്ലെങ്കിൽ ഒരു താരാപഥത്തെ മാത്രം പഠിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാം എന്നാണ് ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഈ കണ്ടെത്തൽ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ തന്നെ താരാപഥമായിട്ടുള്ള ക്ഷീരപഥം, മിൽക്കി വേ, അല്ലെങ്കിൽ അതിനടുത്തുള്ള ആൻഡ്രോമേഡ തുടങ്ങിയ 1-2 ഗാലക്സികളെ കുറിച്ച് നമുക്ക് അറിയാവുന്നിടത്തോളം അറിവുകൾ നേടിയെടുത്താൽ ഒരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടുകൂടി, മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൻ്റെ ഒരുപാട് ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് ധാരണകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ന്യൂറൽ നെറ്റ്വർക്ക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും പുതിയ സാധ്യതകൾ കോസ്മോളജിയിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചില ധാരണകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ്, ഒരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിതലം ഉണ്ട് എന്നുള്ളതിലേക്ക് നമ്മുടെ ചിന്തകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരു കോസ്മിക് വെബായിട്ട് താരാപഥങ്ങളെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും നമുക്കറിയാം. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അറിയുന്ന മാറ്ററും അറിയുന്ന എനർജിയും വളരെ ചുരുക്കമാണ്. കൂടുതലുള്ളത് ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണ്. അപ്പോൾ ഈ സിമുലേറ്റഡ് ആയിട്ട് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പ്രപഞ്ചങ്ങളിലും പല ആനുപാതികത്തിൽ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും ചേർത്തിട്ടാണ് അവർ സിമുലേറ്റ് ചെയ്യുന്നത്. അത്തരം സിമുലേഷനുകളെ പോലെ തന്നെ ഏതാണ്ട് 1/3 മാറ്ററും ബാക്കി 2/3 എനർജിയും ഡാർക്ക് എനർജിയുമാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സംവിധാനത്തെ കൂട്ടിയിണക്കുന്നതാണ് ആ ഒരു ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്ററിനെ എല്ലാം ചേർത്ത് നിർത്തി
നമുക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന് ഒരു ഘടന നൽകുന്നതാണ് കോസ്മിക് വെബ്. കോസ്മിക് വെബിനെ കുറിച്ച് നമ്മളിവിടെ ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കോസ്മിക് വെബ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ന്യൂറൽ നെറ്റ്വർക്കിന് സമാനമാണ്. അതൊരു ന്യൂറൽ നെറ്റ്വർക്കാണ് എന്നുള്ള വസ്തുത നമുക്ക് ഗണിതശാസ്ത്രപരമായിട്ടും അത് ഭാഗികമായിട്ടും വിഷ്വലായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇത്തരം ന്യൂറൽ നെറ്റ്വർക്കുകൾ, താരാപഥ ലെവലിലുള്ള ന്യൂറൽ നെറ്റ്വർക്കുകൾ മാത്രമല്ല, സിമുലേറ്റ് ചെയ്യപ്പെടുന്ന ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് ഒരു ഇൻ്റലിജൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് ഹിഡൻ പാറ്റേൺസിനെ കണ്ടെത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഈ പഠനം അല്ലെങ്കിൽ ഈ കണ്ടെത്തൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു പുതിയ കോസ്മോളജി മുന്നോട്ട് വയ്ക്കുന്നതിൽ ഈ കണ്ടെത്തൽ ഒരു സൂചന നൽകുന്നുണ്ട്. ഒറ്റ താരാപഥത്തിൽ ഒരു പ്രപഞ്ചം ഒളിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സവിശേഷതകളും നമുക്ക് ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു താരാപഥത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുന്നതിൻ്റെ വലിയ സൂചനയാണ്. ഇതൊക്കെ നമുക്ക് ഫിസിക്കലായിട്ട് ഒരു കാലത്തും തേടി കണ്ടെത്താൻ സാധിക്കില്ല. ഇത്തരം ന്യൂറൽ നെറ്റ്വർക്കുകളുടെ സഹായത്തോടു കൂടി നമുക്ക് ഒരുപക്ഷെ ഇതിനെ വളരെ വേഗത്തിൽ, വളരെ അടുത്ത് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കണ്ടെത്തലിൻ്റെ സവിശേഷത. അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്നിവയുടെ സഹായത്തോടു കൂടി പ്രപഞ്ചത്തിൻ്റെ പല രഹസ്യങ്ങളും ഇനി വരുന്ന ദിവസങ്ങളിൽ കുറേ കൂടെ വ്യക്തമാകപ്പെടും എന്ന് നമുക്ക് കരുതാം.